أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1241 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 69 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്ലു അലൈഹിം നബഅ ഇബ്രാഹീം ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ ഖാലൂ നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 69 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 6 ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം സൂറത്ത് ശുഅറയുടെ പഠനം നമ്മൾ പുനരാരംഭിക്കുകയാണ്. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു മക്കയിലെ പ്രബോധിത സമൂഹത്തെ വളരെ കൃത്യമായി കേൾപ്പിക്കേണ്ട ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിഹ്വയിലൂടെ കേൾപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിരുന്ന പ്രതിസന്ധികൾ നിറഞ്ഞ മക്കയിലെ സാഹചര്യങ്ങൾ ചരിത്രത്തിൽ ഒറ്റപ്പെട്ടതല്ല. സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവര് തന്നെയാണ് മുഴുവൻ പ്രവാചകന്മാരും എന്ന കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഈജിപ്തില് ലോകം കണ്ട ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയുടെ സാന്നിധ്യത്തില് ദൈവിക ദൗത്യം നിർവഹിച്ചതിന്റെ ശ്രദ്ധേയമായ കഥ അല്ലാഹു കേൾപ്പിക്കുകയായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ചരിത്ര വിവരണങ്ങളും ഇവിടെ ഒരുമിച്ച് നൽകപ്പെടുകയുണ്ടായിട്ടില്ല. നടന്നുവരുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ, സുപ്രധാനമായ ചില സംഭവങ്ങളൊക്കെയാണ്
അവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായത്. ഏതാനും ദിവസത്തെ പഠനം നിർവഹിച്ചുകൊണ്ട് നമ്മൾ ആ ഭാഗം പൂർത്തീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുള്ള ഈ പുതിയ ഭാഗം പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിവരണം ആരംഭിക്കുന്നത്. മൂസ അലൈഹിസ്സലാം മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു പ്രവാചകനായിരുന്നില്ല. ഒരുപക്ഷെ യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അവരുമായി ഇടപഴകി കഴിയുന്ന യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിലെ ആളുകൾക്ക് ബന്ധമുള്ള പ്രവാചകനാണ് എങ്കിൽ, തുടർന്ന് ഇവിടെ വിവരിക്കുന്നത് മക്കയിലെ ഖുറൈശി സമൂഹം ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ആദരണീയനായ ചരിത്ര പുരുഷൻ, അവരുടെ ഏറ്റവും ആദരണീയനായ പ്രപിതാവ് എന്ന നിലയ്ക്ക് അവർ കാണുന്ന ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ സംഭവങ്ങളാണ് തുടർന്ന് ഇവിടെ വിവരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം അവർക്ക് അവരുടെ പൂർവികനായ മാതൃകാ പുരുഷനാണ്. അവര് വിഗ്രഹമുണ്ടാക്കി ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ രൂപം. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരാണ് എന്ന നിലക്ക് എന്നതിന്റെ പേരിൽ അഭിമാനിക്കുകയും ഊറ്റം കൊള്ളുകയും ഒക്കെ ചെയ്യുന്നവരാണ് മക്കയിലെ ആളുകൾ. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് കൈവിട്ട് തീർത്തും ബുദ്ധിരാഹിത്യത്തിന്റെയും യുക്തിരാഹിത്യത്തിൻ്റെതുമായ മൗഢ്യത്തിലേക്ക് മക്കയിലെ ആളുകൾ നീങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവരോർക്കുന്നില്ല. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആദർശ പ്രതിബദ്ധതയോടെയുള്ള ജീവിത പോരാട്ടം, ആ ജീവിത പോരാട്ടത്തിലെ സംഭവബഹുലമായ ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അവസ്ഥയെ ഒന്ന് വിലയിരുത്താൻ അവസരമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇബ്രാഹിമിന്റെ പിന്മുറക്കാരായിട്ട് അഭിമാനിക്കുന്ന, അതിൽ ഊറ്റം കൊള്ളുന്ന മക്കയിലെ ആളുകളെ, നിങ്ങൾ എവിടെയാണ്? ഇബ്രാഹിം എവിടെയാണ്? നിങ്ങളും ഇബ്രാഹിമും തമ്മിൽ എന്ത് എന്നൊരു ചോദ്യം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളുടെ തുടക്കം മുതൽ. നമുക്ക് ആയത്തുകളൊന്ന് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു നിർദ്ദേശം നൽകുന്ന വിധത്തിലാണ് ഇവിടെ ഈ ആയത്തിന്റെ ശൈലി. പ്രവാചകരെ, താങ്കൾ അവർക്ക് തിലാവത്ത് ചെയ്തു കൊടുക്കുക, അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, വിവരിച്ചു കൊടുക്കുക. നബഅ ഇബ്രാഹിം, ഇബ്രാഹിമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത, ഇബ്രാഹിമിന്റെ കഥ പ്രവാചകരെ താങ്കൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവാണ് തുടർന്ന് ആ വിവരണം നൽകുന്നത്. അതാണ് അവരെ കേൾപ്പിക്കേണ്ടത്. അത് അവർക്ക് ഓതി കേൾപ്പിക്കാനാണ്. അത് കൃത്യമായി ഒന്നും വിട്ടുകളയാതെ കൃത്യമായി പിന്തുടർന്നുകൊണ്ട് അവരെ കേൾപ്പിക്കുക എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശം നൽകുന്നത്. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം, ഇവർക്ക് ഇബ്രാഹിമിന്റെ കഥ കേൾപ്പിച്ചു കൊടുക്കുക, ഓതി കേൾപ്പിക്കുക. ഇത് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ. ഇബ്രാഹിമിന്റെ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല അള്ളാഹു ഇവിടെ ആവശ്യപ്പെടുന്നത്. മറിച്ച് ഇബ്രാഹിമാക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമുണ്ട്. ആ സന്ദർഭം വിവരിച്ചു കൊടുക്കാനാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇബ്രാഹിമിനെ ചരിത്രത്തിലെ തന്നെ വ്യത്യസ്തനായ
ഒരു വ്യക്തിയാക്കി മാറ്റിയ ഒരു നിർണായക നിമിഷമുണ്ടായിരുന്നു. ഇത് ഖാലലി അബീഹി, അദ്ദേഹം തന്റെ പിതാവിനോടായിട്ട്, തന്റെ വാപ്പായോടായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ ചോദിച്ച ഒരു സന്ദർഭം. വ ഖൗമിഹി, വാപ്പായോട് മാത്രമല്ല, വാപ്പ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണല്ലോ, ആ സമൂഹത്തോടു കൂടി ചോദിക്കുക ആണ് ഇബ്രാഹിം അലൈഹിസ്ലാം ചെയ്യുന്നത്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വാപ്പായോടും സമൂഹത്തോടുമായിട്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. ആ സംഭവം അവർക്ക് വിവരിച്ചു കൊടുക്കുക. ആ ചോദ്യം ഇങ്ങനെയാണ്: മാ തഅബുദൂൻ, അല്ല കൂട്ടരെ, നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇറാഖിലെ, പൗരാണിക ഇറാഖിലെ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കാലഘട്ടത്തിലെ സമൂഹം ആരാധിച്ചുകൊണ്ടിരുന്നത് എന്തിനെയാണ് എന്നത് അറിയാത്തതിന്റെ പേരിൽ അതൊന്ന് പറഞ്ഞു തരണം എന്ന നിലക്ക് ഒരു ചോദ്യം ഉന്നയിക്കുകയല്ല ഇബ്രാഹിം അലൈഹിസ്ലാം ഇവിടെ ചെയ്യുന്നത്. ആ സമൂഹം തീർത്തും യുക്തിരഹിതമായ, ചിന്താശൂന്യമായ വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്, അവരെ തന്നെ ഉണർത്തുകയാണ്. അതിനുവേണ്ടിയാണ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്: എന്താണ് നിങ്ങളിപ്പോ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇത് ഖാല ലി അബീഹി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വാപ്പായോടും വ ഖൗമിഹി, തന്റെ ജനതയോടുമായിട്ട് ഇങ്ങനെ ചോദിച്ച സന്ദർഭം. മാ തഅബുദൂൻ, നിങ്ങൾ ആർക്കാണ് വിധേയപ്പെട്ട്, ആരെ ആരാധിച്ചുകൊണ്ട്, ആരെ പൂജിച്ചുകൊണ്ടാണ് കഴിയുന്നത് എന്നതാണ് ചോദ്യം. ബുദ്ധിയും വിവേകവും യുക്തിബോധവും ചിന്തയും ആലോചനയും ഒക്കെ നൽകപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്ലാം അവരുടെ ധിഷ്ണയെ തട്ടി ഉണർത്തിക്കൊണ്ട്, അവരുടെ ചേതനയെ തട്ടി ഉണർത്തിക്കൊണ്ട് അവരോടായിട്ട് ചോദിക്കുന്നു. നിങ്ങൾക്കൊരു ആലോചനയുമില്ലേ? നിങ്ങളുടെ ബുദ്ധി പ്രവർത്തനം ഇല്ലാതെയായി പോയോ? നിങ്ങളുടെ യുക്തിബോധം തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്തിനെയാണ് കൂട്ടരെ നിങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിന് വിധേയപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ കഴിയുന്നത്? ഖാലു, അവരുടെ മറുപടി വളരെ സ്വാഭാവികമായ ഒരു ചോദ്യം ചോദിച്ചതിനുള്ള മറുപടി എന്ന നിലക്കാണ്. അവര് പറയുന്നത് ഇങ്ങനെയാണ്: നഅ്ബുദു അസ്നാമൻ, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. ഫനളല്ലു ലഹാ ആകിഫീൻ, അവയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട്, അവയോട് അവക്ക് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കഴിയുകയാണ്. ഇതാണ് അവർ നൽകുന്ന മറുപടി. എന്ന് പറഞ്ഞാൽ ആ ചോദ്യം ഉന്നയിച്ച ഉടനെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സമയം കളയാതെ വളരെ തൊലിപ്പുറമേയുള്ള ഒരു കാര്യം അവര് ഉറക്കെ പറയുകയാണ്. ഇബ്രാഹിമും അവരെ പോലെ ഒരു ആലോചനയും ഇല്ലാതെ കഴിയുന്ന ഒരാളാണ് എന്ന അവരുടെ മൂഢമായ ധാരണയിലാണ് അവര് ഈ പ്രതികരണം നൽകുന്നത്. അവര് പറയുന്നത് ഇങ്ങനെയാണ്: നഅ്ബുദു അസ്നാമൻ, ഞങ്ങള് വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്. ഫനളല്ലു ലഹാ ആകിഫീൻ, എന്നിട്ട് ഞങ്ങൾ അവയ്ക്ക് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട്, അവയോട് വിധേയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് എന്നാണ്. ഈ വിഗ്രഹങ്ങളോട് ഭക്തി ആദരവുകളുള്ളവരായിക്കൊണ്ട് ഈ വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് എന്നാണ് അവർ നൽകിയിട്ടുള്ള മറുപടി. ഫനളല്ലു ലഹാ ആകിഫീൻ, ആകിഫ് എന്നുള്ള വാക്കുന്നാണ് ഇഅ്തികാഫ് പോലെയുള്ള പദങ്ങളൊക്കെ, പ്രയോഗങ്ങളൊക്കെ വരുന്നത്. ഭജനമിരിക്കുക, ഭക്തി ആദരവോടുകൂടി ആരാധനയിൽ മുഴുകി കഴിയുക, വിധേയപ്പെട്ട് കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള സൂചനകളാണ് അത് നൽകുന്നത്. ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ അവരോട് ഭക്തിയുള്ളവരായിട്ട് നിലകൊള്ളുന്നു. ഇതാണ് അവർ പറഞ്ഞ മറുപടിയുടെ ചുരുക്കം. ഖാല, അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും ചോദിച്ചു:
ഹൽ യസ്മഊനക്കും ഇദ് തദ്ഊൻ, നിങ്ങൾ ഇവയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ അവ നിങ്ങളെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ലോഹങ്ങൾ കൊണ്ടും ഒക്കെ അല്ലെങ്കിൽ മരം കൊണ്ടും ഒക്കെ രൂപപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ, നിങ്ങൾ അവയെ ആരാധിക്കുന്നു, അവയുടെ മുന്നിൽ ഭജനം ഇരിക്കുന്നു, അവയോട് ഭക്തി ആദരവുകൾ കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. നിങ്ങൾ അവയോട് നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും പരാധീനതകളും ഒക്കെ പറഞ്ഞ് അവലാതിപ്പെടുമ്പോ ഹൽ യസ്മഊനക്കും, അവ നിങ്ങളെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു നിമിഷം അത് ആലോചിച്ചിട്ടുണ്ടോ? ഈ വിഗ്രഹങ്ങള്, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വിഗ്രഹങ്ങള്, അവയുടെ മുന്നിൽ ഭക്തിപൂർവം ചെന്ന് നിന്ന് നിങ്ങളുടെ കാര്യങ്ങള് അവയുടെ മുന്നിൽ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവ നിങ്ങളെ കേൾക്കുന്നുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഹൽ യസ്മഊനക്കും ഇദ് തദ്ഊൻ, നിങ്ങൾ അവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഘട്ടത്തില് അവ നിങ്ങളെ കേൾക്കുന്നുണ്ടോ? ഇതാണ് ഇബ്രാഹിം തുടർന്ന് ചോദിക്കുന്നത്. ഔ യൻഫഊനക്കും ഔ യളുറൂൻ, അതല്ല നിങ്ങൾക്ക് വല്ല നഫഅത്തും വല്ല ഉപകാരവും ചെയ്തു തരാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ വല്ല ഉപദ്രവവും ഇവരെ കൊണ്ടുണ്ടാകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. വല്ല ഉപകാരവും ഇവയെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? അതല്ല, ഇനി ഉപകാരമില്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇവയോടുള്ള ഭക്തിയിലും ആരാധനയിലും മുഖ്യമായിട്ട് കഴിയുകയാണല്ലോ. ഔ യൻഫഊനക്കും ഔ യളുറൂൻ, അവ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കി തരുന്നുണ്ടോ? അതല്ല എന്തെങ്കിലും ഉപദ്രവം അവ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യമാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, മൗലികതയുള്ള ചോദ്യങ്ങളൊന്നും അവര് അത് ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ ചോദിച്ചിട്ടില്ല. പരമ്പരാഗതമായി കുടുംബപരമായി ഒരു പാരമ്പര്യം എന്നുള്ള നിലക്ക് അവര് പിന്തുടർന്നു വരുന്ന ഒരു രീതിയാണിത്. അവർ നൽകുന്ന മറുപടി ഇതാണ്: ഖാലു, അങ്ങനെയൊന്നുമല്ല. ഖാലു ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ, അങ്ങനെയൊന്നുമല്ല, അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് കേൾക്കുന്നു, അതിന് ഉപകാരം അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഉപകാരം ചെയ്യുന്നു, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുന്നു, ഇങ്ങനെയൊന്നുമല്ല. വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ കണ്ടിട്ടുള്ളത് ഈ വിധം ചെയ്യുന്നവരായിട്ടാണ്. ഈ വിധം വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങളുടെ മുന്നിൽ ഭക്തിപൂർവം നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളായിട്ടാണ് ഞങ്ങളുടെ പൂർവികരെ, ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ കണ്ടിട്ടുള്ളത്. ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ, ഈ വിധത്തിൽ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ കണ്ടിട്ടുള്ളത്. ഇതില് മനുഷ്യയുക്തിയുടെ വളരെ അടിസ്ഥാനപരമായ തലത്തെ തന്നെ അതിന്റെ അടിക്കൽ ഇളക്കി കളയുന്ന ഒരു മൗഢ്യം ഇവരുടെ ഈ ഉത്തരത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇവരുടെ പിന്മുറക്കാരായ ആളുകൾ ഇനി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കും? ഞങ്ങളുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണല്ലോ അവർ പറയേണ്ട മറുപടി. അപ്പൊ ഈ തലമുറയിലെ ആളുകള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപടി, ആ മറുപടിയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ യുക്തിരാഹിത്യം അവർക്ക് സ്വയം തിരിച്ചറിയാൻ ഈ ഉത്തരത്തിൽ നിന്ന് തന്നെ സാധിക്കും. കാരണം ഇവരുടെ പിൻഗാമികൾ ഇനി ഇതേ ചോദ്യത്തിന് നൽകാൻ പോകുന്ന മറുപടി ഞങ്ങളുടെ പൂർവികര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നതാണ്.
അപ്പോ ഈ പിൻഗാമികളുടെ മുൻഗാമികൾ ആരായിരുന്നു? ഇപ്പോ ഒരു ഉത്തരവും കയ്യിലില്ലാതെ ഞങ്ങളുടെ പൂർവികര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഈ വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു എന്ന വസ്തുത പക്ഷെ ആ വരും തലമുറ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഇവര് പറയുന്ന മറുപടി ഇതാണ്: ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവര് കേൾക്കുന്നുണ്ട് എന്നതുകൊണ്ടോ എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ അവര് കാരണമായി ഉണ്ടാവുന്നു എന്നതുകൊണ്ടോ ഒന്നുമല്ല. അങ്ങനെയുള്ള വാദങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. മറിച്ച് ഞങ്ങളുടെ പ്രപിതാക്കന്മാര്, ഞങ്ങളുടെ പൂർവികര് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ് എന്നതാണ് പറയുന്ന കാര്യം. എല്ലാ യുക്തിരാഹിത്യത്തിന്റെയും മതങ്ങള് ഉയർത്തിപ്പിടിക്കാറുള്ളത് പാരമ്പര്യത്തെയാണ്, ആചാരങ്ങളെയാണ്. ആചാരങ്ങളെയും പാരമ്പര്യത്തെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള അനുഷ്ഠാനങ്ങളെയും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പിൻപറ്റി പോരുക എന്നതാണ് യുക്തിരാഹിത്യ മതത്തിന്റെ അടിത്തറയായിട്ട് തന്നെയുള്ളത്. പക്ഷെ അങ്ങനെയുള്ള യുക്തിരഹിതമായ ഒരു മതദർശനമല്ല പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ളത് അതായിരുന്നില്ല. ഇപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞതായിട്ട് ഖുർആൻ ഇവിടെ എടുത്തു പറയുന്ന കാര്യത്തിലും ഈ യുക്തിരാഹിത്യത്തിന്റെ പാരമ്പര്യങ്ങളുടെ ആചാരങ്ങളെയും അതുപോലെ രീതികളെയും അന്ധമായിട്ട് പിന്തുടർന്നു വരിക എന്നൊരു കാര്യത്തെയല്ല ഇബ്രാഹിം അലൈഹിസ്സലാമും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാക്കപ്പെടുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വരെ വിഗ്രഹമാക്കിയിട്ട് കഅബയിൽ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹമാണത്. അവരോടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അനുഭവങ്ങൾ അള്ളാഹുവിടെ കേൾപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ. ഞങ്ങളുടെ പിതാക്കന്മാരെ ഈ വിധം ചെയ്യുന്നവരായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നതായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തലമുറയിലെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത്. കദാലിക യഫ്അലൂൻ, ഈ വിധം ചെയ്യുന്നവരായിട്ടാണ് ഞങ്ങൾ അവരെ കണ്ടത്. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു, അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ. നിങ്ങൾ ഈ വിധേയപ്പെട്ട് ആരാധന നടത്തി നിങ്ങളുടെ ദൈവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഗതികളുണ്ടല്ലോ, അവയെക്കുറിച്ച് നിങ്ങൾ ഒരല്പം കണ്ണു തുറന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അഫറഅയ്തും, നിങ്ങൾ കാണുകയുണ്ടായോ? ഇവിടെ കാണുക എന്ന് പറഞ്ഞാൽ കേവലം കാഴ്ച മാത്രമല്ല, ആലോചിക്കുകയും കാര്യങ്ങളെ അതിന്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനാണ് ഈ പ്രയോഗം അറബി ഭാഷയിൽ വിശേഷിച്ച് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, അഫറഅയ്തും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ വല്ലതും ആലോചിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയെ കുറിച്ച്, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഗതികൾ, ഈ വിഗ്രഹങ്ങളും അതുപോലെയുള്ള സംഗതികളും, അവയെക്കുറിച്ച് നിങ്ങൾ വല്ല ആലോചനയും നടത്തിയിട്ടുണ്ടോ? അൻതും ആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങൾ അവകാശപ്പെടുന്ന നിങ്ങളുടെ പൂർവികരായ ആളുകളുണ്ടല്ലോ, അവരും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഗതികൾ ശരിയാണോ? ഇത് നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പൂർവികര ആരാധനയിൽ ഏർപ്പെട്ടിരുന്ന ഈ വിഗ്രഹങ്ങൾ അവ ആരാധന അർഹിക്കുന്ന വല്ലതുമാണോ? അവയെ ആരാധിക്കുന്നതിലും അവയെ പൂജിക്കുന്നതിലും അവയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ഭക്തി ആദരവുകളോടെ അവയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് കഴിയുകയും ചെയ്യുന്നതിൽ വല്ല യുക്തിയുമുണ്ടോ? അത് ബുദ്ധിപരമാണോ? നിങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത്? നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്?
അൻതും ആബാഉക്കുമുൽ അഖ്ദമൂൻ, നിങ്ങൾ പൂർവികരെ പിന്തുടരുകയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഈ പിന്നിട്ട പ്രപിതാക്കന്മാരും പൂജിച്ചുകൊണ്ടിരുന്നത് എന്തിനെയാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ആലോചനയും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ അവയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം നിലപാട് വ്യക്തമാക്കുകയാണ്. ഫഇന്നഹും അദുവ്വുൻ ലി, നിശ്ചയമായിട്ടും ഇവയൊക്കെയും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശത്രുവാണ്. ഉള്ളത് പറയണല്ലോ. എന്റെ യുക്തിക്കും ബുദ്ധിക്കും എന്റെ തിരിച്ചറിവിനും ഉപകരിക്കാത്ത വളരെ മായ ഒരു കാര്യമാണ് ഈ വിഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവ എന്നെ സംബന്ധിച്ചിടത്തോളം ഫൈനഹും അദുവ്വുൻ ലി, എന്റെ ശത്രുവാണ് ഇതൊക്കെ തന്നെ. കാരണം എന്റെ ബോധ്യങ്ങളെ തകർക്കുന്ന, എന്റെ യുക്തിബോധത്തെ വെല്ലുവിളിക്കുന്ന, എനിക്ക് ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏറ്റവും മൂഢമായ കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന എന്റെ ശത്രുവായിട്ട് മാത്രമേ എനിക്ക് ഈ വിഗ്രഹങ്ങളെയും നിങ്ങളുടെ ആരാധനാപാത്രങ്ങളെയും കാണാൻ സാധിക്കുകയുള്ളൂ. ഫൈനഹും അദുവ്വുൻ ലി ഇല്ല റബ്ബൽ ആലമീൻ, പ്രപഞ്ചങ്ങളുടെ നാഥനെ ഒഴികെ ബാക്കിയെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശത്രു പക്ഷത്താണുള്ളത്. പ്രപഞ്ചങ്ങളുടെ നാഥൻ മാത്രമാണ് എനിക്ക് ആരാധ്യനായിട്ടുള്ളത്. ബാക്കിയുള്ള നിങ്ങൾ ദൈവങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഭക്തി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളും ബിംബങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശത്രുവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്റെ ശത്രു എന്നതിന്റെ താല്പര്യം നമ്മൾ സാധാരണഗതിയിലുള്ള മനുഷ്യർക്കിടയിലുള്ള ശാസ്ത്രവത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്റെ യുക്തിബോധത്തിനോട് പോരടിക്കുന്ന, എന്റെ തിരിച്ചറിവിനോട് പോരടിക്കുന്ന, എന്റെ യുക്തിക്കും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കാത്ത വിധത്തിലുള്ള, എന്നോട് എന്റെ ചിന്തയോട് തന്നെ ഇടഞ്ഞു നിൽക്കുന്ന യുക്തിരാഹിത്യത്തിന്റെ പ്രതീകങ്ങൾ മാത്രമാണ് ഈ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളൊക്കെ തന്നെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്ന ഒരേ ഒരു സംഗതി മാത്രമാണ് ഇല്ല റബ്ബൽ ആലമീൻ, ഈ പ്രപഞ്ചങ്ങൾക്ക് ഒരു നാഥനുണ്ട് എന്നത് മാത്രമാണ് എനിക്ക് ആ വിധത്തിൽ അനുഭവപ്പെടാത്തതായിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ അബദ്ധങ്ങളാണ്, എന്റെ യുക്തിബോധത്തെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ ശത്രുവാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള സംഗതികൾ. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വാപ്പായോടും ആ സമൂഹത്തോടും പറയുന്നത്. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളതിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. പക്ഷെ വളരെ പ്രാധാന്യമുള്ള, എല്ലാ സമൂഹങ്ങളിലും വിഷയീഭവിക്കേണ്ട, ചർച്ചയ്ക്ക് വരേണ്ട ഒരു സംഭാഷണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വാപ്പായോടും സമൂഹത്തോടുമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ സമൂഹവും ആചാരങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും അടിമകളായിട്ട് കഴിയുന്നവരാണ്. വിഗ്രഹപൂജയില് പതിനായിരക്കണക്കിന് വർഷങ്ങള് കഴിഞ്ഞുകൂടിയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരാണ്. വിശ്വാസ കാര്യങ്ങളിലും അനുഷ്ഠാന കാര്യങ്ങളിലും ഒന്നും യുക്തിയും ബോധ്യവും ബുദ്ധിപരതയും ഒന്നും അടിസ്ഥാനമായി സ്വീകരിക്കാതെ, ശരിയാണോ എന്ന വിധത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് പോലും വിധേയമാക്കാതെ, ആചാരങ്ങളാണ്, പാരമ്പര്യമാണ്, ഞങ്ങളുടെ പ്രപിതാക്കന്മാരിൽ നിന്ന് ഞങ്ങള് യാതൊരു വിധത്തിലുള്ള വീഴ്ചയും വരുത്താതെ ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മതദർശനം പിന്തുടരുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലേറെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ഇബ്രാഹിം അലൈഹിസ്സലാം മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത ദർശനം വളരെ പ്രാധാന്യമുള്ളതും മൗലികമായ ശ്രദ്ധ പതിയേണ്ടതുമാണ് എന്നതാണ് വസ്തുത. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ശുഅറയിലെ 69 മുതൽ 77 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. സൂറത്തു ശുഅറയിൽ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളുടെ വിവരണത്തെ തുടർന്ന് രണ്ടാമതായിട്ട് നിർവഹിക്കപ്പെടുന്ന സംഭവ വിവരണമാണ് ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.